സർ, രാഷ്ട്രീയത്തിലെ സൗഹൃദവും അതുപോലെ തന്നെ ശത്രുതയും ഒക്കെ എപ്പോഴും നമ്മളിൽ പലരെയും അമ്പരപ്പിക്കുന്ന ഒന്നാണ്. പിണറായി വിജയനെ ആലിംഗനം ചെയ്യാൻ താൻ തയ്യാറല്ല എന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രസ്താവന കൊണ്ട് ഉണ്ടായിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ജൂൺ 8-ാം തീയതി നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഒരു യോഗത്തിനിടയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇത്തരം ഒരു പ്രസ്താവന പുറത്തു വന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇന്ത്യ സഖ്യത്തിലേക്കുള്ള CPM-ന്റെ ഒരു ഭാവിയെ തന്നെയല്ലേ ഇത് ചോദ്യം ചെയ്യുന്നത്? CPM-ഉം കോൺഗ്രസുമായുള്ള ബന്ധങ്ങൾ ദേശീയ തലത്തിൽ വഷളായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിനോ ഇന്ത്യ സഖ്യകക്ഷികൾക്കോ CPM-ഉമായുള്ള ബന്ധം ദേശീയ തലത്തിൽ ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാണ് ഉത്തരം. കേരളത്തിൽ രണ്ടുപേരും മുഖാമുഖം പോരാടുന്നതുകൊണ്ട് നമ്മൾക്കിതൊരു രാഷ്ട്രീയ പ്രശ്നമായി തോന്നാം. രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ തോന്നണമെന്ന് ഒരു നിർബന്ധവുമില്ല. കാരണം ദേശീയ തലത്തിൽ നോട്ടയ്ക്കും താഴെയാണ് CPM-ന്റെയും മറ്റ് ഇടതുപക്ഷ കക്ഷികളുടെയും വോട്ട്. അതുകൊണ്ടായിരിക്കാം അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പരസ്യമായി ഈ പിണറായി വിജയനെ, അത് ഒരു ആലങ്കാരിക പ്രയോഗമാണ്, ആലിംഗനം ചെയ്യാൻ പറ്റില്ല, തനിക്ക് ആലിംഗനം ചെയ്യാൻ പറ്റില്ല എന്ന് കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യ മുന്നണി യോഗത്തിനകത്തെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി പറയുകയും അതിനെതിരായി പിണറായി വിജയൻ പ്രതികരിക്കുകയും ചെയ്തു. പിണറായി വിജയന്റെ പ്രതികരണവും ഈ ആലിംഗന പ്രശ്നത്തിലാണ്. എല്ലാം സാഹിത്യവും ശൈലിയും ഒക്കെ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. പിണറായി വിജയൻ ചോദിച്ചതായി ഇന്നത്തെ മാധ്യമങ്ങളിൽ കണ്ടത്, താങ്കൾ മോഡിയെ, പ്രധാനമന്ത്രിയെ ആലിംഗനം ചെയ്യുന്നത് കണ്ടല്ലോ എന്നാണ്. അതുകൊണ്ട് അദ്ദേഹം പിന്നെ അതിവായനയുണ്ട്. അതുകൊണ്ട് കോൺഗ്രസും BJP-യും തമ്മിൽ ഡീലുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരും വ്യാഖ്യാനിക്കാനും ആരംഭിച്ചിട്ടുണ്ട്. ഇത് വലിയ തമാശയാണ്. ദേശീയ തലത്തിൽ NDA മുന്നണിക്കെതിരായി, BJP-ക്കെതിരായി മുഖാമുഖം സമരം നയിക്കുന്ന ഏറ്റവും വലിയ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷി കോൺഗ്രസ് ആണ് NDA മുന്നണിയെ നയിക്കുന്നത്. ഈ പ്രസംഗത്തിൽ തന്നെ വളരെ വ്യക്തമായി 2-3 കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞു. അത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അപ്പൊ അന്ന് ഇന്ത്യ മുന്നണി ഇതിനേക്കാളും ശക്തമാണ്, ഇപ്പൊ നാമാവശേഷമായി. അന്ന് ആം ആദ്മി പാർട്ടി ഉണ്ട്, DMK ഉണ്ട്. നമുക്ക് BJP-യെ പരാജയപ്പെടുത്താൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഈ മുറിയിൽ, അന്ന് യോഗം നടന്ന മുറിയിലുണ്ടായിരുന്ന നിങ്ങളിൽ ആരും അത് വിശ്വസിച്ചില്ല. പക്ഷെ നമ്മൾ BJP മുന്നണിക്കെതിരായി നമ്മൾ നിന്നു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 543 സീറ്റിൽ BJP ലക്ഷ്യം വെച്ചിരുന്ന NDA മുന്നണിക്ക് 400 സീറ്റ് ആയിരുന്നു. പക്ഷെ BJP-ക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ല. 244 MP-മാർ വേണം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാൻ. BJP-ക്ക് 240 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. ഉത്തർപ്രദേശിൽ, അയോധ്യയിൽ ഉൾപ്പെടെ വലിയ തോതിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് നമുക്കറിയാം. ഉത്തർപ്രദേശിലെ 80 സീറ്റുകൾ BJP NDA മുന്നണിക്ക് കിട്ടിയത് 33 സീറ്റും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിക്ക് കിട്ടിയത് 43 സീറ്റുമാണ്. മഹാരാഷ്ട്രയിലെ 48 സീറ്റിൽ BJP മുന്നണിക്ക് കിട്ടിയത് വെറും 17 സീറ്റുകളാണ്. ഇന്ത്യ മുന്നണിക്ക് 30 സീറ്റ് കിട്ടി. അങ്ങനെ വലിയ അപ്രതീക്ഷിതമായ പരാജയം BJP-ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന തന്റെ പ്രവചനത്തെ കുറിച്ച് രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണി യോഗത്തിൽ മറ്റുള്ളവരെ, CPM-ന്റെ നേതാക്കന്മാരൊക്കെ ആ യോഗത്തിൽ പങ്കെടുത്തു, അവരെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആ ഓർമ്മപ്പെടുത്തലിന് വലിയ പ്രാധാന്യമുണ്ട്. കാര്യം അദ്ദേഹം പറഞ്ഞത്, ജനങ്ങളുടെ ഇടയിൽ മോഡി ഗവൺമെന്റിനെതിരായ വലിയ ജനവികാരം രൂപപ്പെട്ടു വരുന്നുണ്ട്. പല പ്രശ്നങ്ങൾ കാരണം വലിയ തോതിലുള്ള അസംതൃപ്തിയുണ്ട്. നമ്മൾ ജയിക്കും, നമ്മൾ ഈ ഗവൺമെന്റിനെ പരാജയപ്പെടുത്തും, അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്നാണ് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തത്. കേരളത്തിൽ ഒന്നിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഒന്നിച്ചു നിന്നാലും ഒന്നിച്ചു നിന്നില്ലെങ്കിലും കേരളത്തിൽ കോൺഗ്രസിനെ ഇനി അടുത്ത കാലത്തൊന്നും പരാജയപ്പെടുത്താൻ CPM-ന് കഴിയുകയില്ല. കാര്യം CPM നോക്കേണ്ടത് ഇനി തങ്ങളുടെ സ്ഥാനം
BJP 3 അംഗങ്ങൾ മാത്രമുള്ള BJP തങ്ങളുടെ സ്ഥാനം അടിച്ചു മാറ്റുമോ എന്ന ഒറ്റ കാര്യം മാത്രമാണ് കേരളത്തിൽ CPM നോക്കേണ്ടത്. അപ്പം ശത്രുപക്ഷത്ത് CPM കേരളത്തിലുണ്ട്. ബാക്കി സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അറിയാം, കോൺഗ്രസിന് കൈവിട്ടാലും കൈവിട്ടില്ലെങ്കിലും കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രാദേശിക കക്ഷിയുടെയോ ദാക്ഷിണ്യത്തിലല്ലാതെ CPM ഇടതുപക്ഷ കക്ഷികൾക്കോ നിലനിൽപ്പേ ഇല്ല. അതുകൊണ്ട് NDAക്കെതിരായ ഒരു ജനമുന്നേറ്റം വരുന്നുവെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ മുന്നണി ജയിക്കുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ എന്തോ ആട്ടും തുപ്പും സഹിച്ചിട്ടാണ് എങ്കിൽ പോലും ഇന്ത്യ മുന്നണിയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു കൂട്ടായ്മയിലോ CPM ഇടതുപക്ഷത്തിനും നിന്നേ പറ്റുള്ളൂ. ബംഗാൾ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം വലിയ ഭൂരിപക്ഷത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ തോൽപ്പിച്ചു BJP അധികാരത്തിലേറ്റു. ബംഗാളിൽ ഇനി തൃണമൂൽ കോൺഗ്രസ് ഭാവി തന്നെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജനപിന്തുണ ആർക്ക് എന്നുള്ള കാര്യം ഇനി വരുന്ന ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ മാത്രമേ തെളിയിക്കപ്പെടുകയുള്ളൂ. അതെന്തായാലും കോൺഗ്രസും CPM തൃണമൂൽ കോൺഗ്രസിനെതിരായാണ് മത്സരിച്ചത്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനും തൃണമൂൽ കോൺഗ്രസിനും CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കക്ഷികൾക്കും ഒരു മുന്നണിയായി നിന്ന് BJPക്കെതിരായി അവിടെ മത്സരിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഐക്യപ്പെട്ട് പ്രവർത്തിച്ചേ പറ്റുള്ളൂ. അതിന് അവിടെ മുഖ്യ ശത്രു അവിടെയും ത്രിപുരയിലും BJP ആണ്. അപ്പോൾ എന്ത് രാഷ്ട്രീയ ബന്ധങ്ങളിൽ കോൺഗ്രസുമായിട്ടുള്ള ഉലച്ചിൽ തട്ടിയാലും നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ബംഗാളിലും ത്രിപുരയിലും ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത്. പിന്നീട് CPM നിലനിൽപ്പിന്റെ പ്രശ്നമുണ്ട്. അത് രാജസ്ഥാനിൽ നിന്നാണ് അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 4 ലോക്സഭാ സീറ്റുകളിൽ 1 ലഭിച്ചത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ചു. ആ സീറ്റ് നിലനിർത്തണമെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായുള്ള കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയിൽ തന്നെ CPM അവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. മഹാരാഷ്ട്രയിലാണ് CPM അത്യാവശ്യം ചില സ്ഥലങ്ങളിൽ സ്വാധീനമുള്ളത്. അവിടെയും BJP ശിവസേന സഖ്യത്തിനെതിരായ ഇന്ത്യ മുന്നണി ഘടകകക്ഷികൾക്കൊപ്പം CPM നിന്നേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഒരു രാഷ്ട്രീയത്തിലെ തമാശയായി ഈ ആലിംഗന വിവാദത്തെ എടുക്കാം. കാര്യം ഇവിടെയൊക്കെ വലിയ പരിചയം വാളുമായി പരസ്പരം ഏറ്റുമുട്ടുന്നു എങ്കിലും കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലായിരുന്നു ഒരു മുന്നണിയുടെ ഭാഗമായി DMK, മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസും CPIയും CPM ഒക്കെ പ്രവർത്തിച്ചത്. DMK മുന്നണി വിട്ട് വിജയന്റെ മുന്നണിക്കൊപ്പം ചേർന്നു, ഇവരെല്ലാം ചേർന്നു. അതുകൊണ്ട് മുന്നണി മാറി എങ്കിലും കോൺഗ്രസും CPM തമ്മിൽ തൊട്ടടുത്ത സംസ്ഥാനത്തും വിജയ് മുന്നണിയുടെ ഭാഗമായി അവർ ഒറ്റക്കെട്ടാണ്. കർണാടകത്തിലും CPM പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ആന്ധ്രയിലും തെലങ്കാനയിലും പണ്ടൊക്കെ ചെറിയ തോതിൽ സ്വാധീനം ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രത്യേകിച്ച് സ്വാധീനം ഒന്നും ഇല്ല. ദേശീയ കക്ഷി എന്ന സ്ഥാനം നിലനിർത്തണമെങ്കിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇവർ അസംതൃപ്തരാണ് എങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിലും കേരളത്തിൽ മുഖാമുഖം നിന്നിങ്ങനെ പോരാടുന്നുവെങ്കിലും നിലനിൽക്കേണ്ടത് CPM നിലനിൽപ്പിന്റെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ CPIക്ക് ദേശീയ രാഷ്ട്രീയ പാർട്ടി എന്ന സ്ഥാനം നഷ്ടമായി. മണിപ്പൂരിലും കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രം പ്രാദേശിക പാർട്ടി എന്ന അംഗീകാരം മാത്രമാണ് CPI. ഇനി CPM തുറിച്ചു നോക്കുന്നത് അത്തരമൊരു വിധിയാണ്. കാരണം ബംഗാളിൽ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സാധിച്ചില്ല. വോട്ടിംഗ് ശതമാനം കുറഞ്ഞു. പക്ഷെ കഴിഞ്ഞ തൊട്ടു മുമ്പിലത്തെ അസംബ്ലിയിലെ അപേക്ഷിച്ച് വലിയ ഒരു വിജയം അവർക്ക് അവകാശപ്പെടാൻ ഒരു സീറ്റ് അവർക്ക് കിട്ടി. അപ്പൊ ഈ സീറ്റുകളൊക്കെ നിലനിർത്തുകയും ഏതെങ്കിലും സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ദയാദാക്ഷിണ്യത്തിൽ 1-2 നിയമസഭാ സീറ്റുകളെങ്കിലും നേടി ദേശീയ കക്ഷി സ്ഥാനം നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള അക്ഷീണ പ്രയത്നത്തിലാണ് CPM. അതുകൊണ്ട് ഇനി രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ വർദ്ധിത വീര്യത്തോടുകൂടി CPM ചീത്ത പറയാം. ഇവര് ഇവിടം വിട്ട് എങ്ങും പോകില്ല.
വെറും രാഷ്ട്രീയ അനാഥത്വമാണ് CPM ദേശീയ തലത്തിൽ അഭിമുഖീകരിക്കുന്നത്. അവർക്ക് ഈ പിണറായി വിജയനും പിന്നെ ഇവിടുത്തെ കേരളത്തിലെ CPM തമ്മിലുള്ള അടിയും പിടിയുമൊന്നും ഇതിങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ. കേരളത്തിന് പുറത്ത് കോൺഗ്രസിന്റെ വാലായോ കോൺഗ്രസിന്റെ തോളിൽ കൈയിട്ടോ മാത്രമേ ഇതിന് നിലനിൽപ്പുള്ളൂ. യെസ്, എന്തായാലും പിണറായി വിജയനെ ആലിംഗനം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ താൻ തയ്യാറല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹവുമായി രാഷ്ട്രീയ പോരാട്ടമുണ്ടെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ സഖ്യം അപകടത്തിലാകുമ്പോൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും അത്തരം സാഹചര്യങ്ങളിൽ DMK പോലെയുള്ളവരുമായി കൈകോർക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരോടും യോജിക്കാനാകും എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു വയ്ക്കുന്നത്. അതായത് പിണറായി വിജയനെ ആലിംഗനം ചെയ്യാൻ തനിക്ക് മടിയുണ്ട്, രാഷ്ട്രീയ പോരാട്ടമുണ്ട്. പക്ഷേ ഇന്ത്യ സഖ്യത്തിന് CPM-നെ ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അവരും കൂടെ ചേരുന്ന ഇന്ത്യ സഖ്യത്തിന് തനിക്ക് സന്തോഷമേ ഉള്ളൂ, അത് സ്വാഗതം ചെയ്യുന്നു എന്ന് കൂടി രാഹുൽ ഗാന്ധി പറഞ്ഞു വയ്ക്കുന്നു. പക്ഷേ പ്രദീപ് സാർ സൂചിപ്പിച്ചതുപോലെ CPM ഇന്ത്യ സഖ്യത്തിലേക്ക് പോകുന്നത് എങ്ങനെ, അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് എന്ത് എന്നുള്ളതിനെ കുറിച്ച് വിശദമായി തന്നെ ചർച്ച ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.